ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റുണ്ട് കേട്ടോ. പള്ളിയിലൊക്കെ പോയി വന്നു. പള്ളിയിൽ എല്ലാ സൺഡേയും ഞായറാഴ്ച പിന്നെ പള്ളിയിൽ പോകാറില്ലാതെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞായറാഴ്ച പോയി വന്നു. രാവിലെ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ വന്നതിന് ശേഷം കേട്ടോ ചായയൊക്കെ വയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ പാൽ ചായ ഇവിടെ രാവിലെ പിള്ളേർക്ക് നിർബന്ധമാണ്. അപ്പോൾ രാവിലെ തന്നെ ചായ വയ്ക്കാമെന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഓരോരുത്തർ എനിക്ക് വരുമ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ച് അങ്ങനെ ചായ വെച്ച് വെച്ചിട്ട് പിന്നെ ബാക്കിത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് പിന്നെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് വന്നേക്കണ്ട. അപ്പോൾ അമ്മ അവിടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ അത് എനിക്ക് പോകണം. അവിടെ ചെറുത് ആ ദിവാങ്കൂടിലും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സോഫയുടെ വിരിയും അതൊക്കെ ഒന്ന് നേരെയൊക്കെ ഇട്ട് അതിനങ്ങോട്ട് നീക്കി കിടത്തി അതങ്ങോട്ട് തട വെച്ചിട്ട് ഞാൻ പിന്നെ പോകണം. അപ്പോൾ അമ്മ എന്തോ പറഞ്ഞിട്ട് പോകണ്ടപ്പോൾ ഞാൻ ചിരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് കണ്ടേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് ചെടി നനയ്ക്കണം, മിറ്റടിക്കണം. അപ്പോൾ വെയിൽ നന്നായിട്ട് വരുന്നതിന് മുന്നേ അതൊക്കെ ചെയ്ത് തീർത്ത് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ സിറ്റ് ഔട്ടിലും പുറത്തൊക്കെ നല്ല വെയിലായിരിക്കും മുറ്റത്ത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം കഴിഞ്ഞല്ലോ. ചെടികൾ 2 നേരം നനയ്ക്കേണ്ട അവസ്ഥയൊക്കെയാണ്. കാരണം ഭയങ്കര വെയിലാണ്. ചെടികളുടെ ഇലയൊക്കെ വാടിപ്പോവുക. എന്തോരം നമ്മൾ നനച്ചാലും ഒരു രക്ഷയില്ല. അപ്പോൾ അത് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കട്ടെ എന്ന് വിചാരിച്ചേക്കാണ്. നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കാമല്ലോ. മുറ്റം അങ്ങനെ വലിയ കാര്യമായിട്ട് മുറ്റത്തൊന്നും ഇല്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറാമെന്ന് ഓർത്തിട്ടിരിക്കുകയാണ്. ചെടികളൊക്കെ ഞാൻ വെറുതെ ഒക്കെ ഒന്ന് നോക്കണുണ്ട് എന്തായി വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മുറ്റം അങ്ങനെ അടിക്കുകയാണെങ്കിൽ മിറ്റിലിട്ടാനും കൊണ്ടേ അടിക്കാനായിട്ട് നല്ല പാടാണ്. അടിച്ച് കഴിയുമ്പോൾ കൈ വേദന എടുക്കും നമുക്ക്. അപ്പോൾ വലിയ മിറ്റിലായതുകൊണ്ടേ നമുക്ക് അടിക്കാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ അത്രയും അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും നൊലൊളിച്ചു നൊലൊളിച്ചപ്പോൾ ഞാൻ അകത്തേക്ക് കയറി വന്ന് അതിനെടുത്തുകൊണ്ട് വന്നത് അടുക്കളയിലേക്ക് കൊണ്ടുപോകാണ്ട് അതിന് മുഖം കഴുകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് പുള്ളിക്കാരത്തേക്ക്. 2 പേർക്ക് അത് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന് പല്ല് വയ്ക്കാനും മുഖം കഴുകാനും ഭയങ്കര പാടാണ്. എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ പിടിച്ചു വെച്ചിട്ട് മുഖം കഴിക്കാണ്ട് ഞാൻ ചായ കൊടുക്കില്ല. അങ്ങനെ മുഖം കഴുകി കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റേത് എഴുന്നേറ്റ് വന്ന് പൊന്നു അങ്ങനെ 2 എണ്ണത്തിന് ചായ കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുക. പിന്നെ പല്ല് തേപ്പിച്ചു കൂട്ടാ. അത് കഴിഞ്ഞ് അടിച്ചിട്ട് ഞാൻ കയറി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. പാക്കറ്റ് പൂരി ഇരിക്കണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങോട്ട് വറുത്ത് ഇന്നത്തെ കാര്യം അങ്ങോട്ട് കഴിക്കാം. എനിക്ക് റോബസ്റ്റ് പഴം ഉണ്ടാവും, ഞാനത് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. ബൈ.